ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു റീഫ്രഷ്മെന്റ് ഒക്കെ തന്നിരുന്നു, ഒരു റിവിഷൻ പോലെ നമ്മൾ പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഓക്കെ ആണോ? നിങ്ങൾ വർക്ക്ഷീറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അതിന്റെ റിവിഷൻ ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നിങ്ങൾ അതിന്റെ വർക്ക്ഷീറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു ഓക്കെ പറഞ്ഞ ഒരു ഓക്കെ പറഞ്ഞ റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ചെയ്തില്ലേ? വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തവര് അബിൻലാൽ കംപ്ലീറ്റ് ചെയ്തു, ആദിത്യൻ കംപ്ലീറ്റ് ചെയ്തു, ആദിത്യ BS കംപ്ലീറ്റ് ചെയ്തു, ദ്രൗപദ് T കംപ്ലീറ്റ് ചെയ്തു, യെസ് വേദശ്രീ M. ഓക്കെ, യെസ് വെരി ഗുഡ്. നെഹ PV, മാളവിക. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, വല്ലാതെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിലില്ല. എന്നാൽ പോലും ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഈ ചാപ്റ്റർ ഇനിയും ആരെങ്കിലും പഠിക്കാത്തുണ്ടെങ്കിൽ, കാരണം ഫോക്കസ് ഏരിയ ബേസ് ആയിട്ടൊക്കെ നോക്കുന്ന സമയത്ത് അതിന് മാത്രം കാര്യങ്ങളൊന്നും ഇല്ല, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. കുറച്ച് ഗ്രാഫുകൾ പഠിക്കണം, കുറച്ച് ഇക്വേഷൻസ് പഠിക്കണം, അത്ര തന്നെ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. നമ്മള് സാധാരണഗതിയിൽ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് എങ്ങനെയാണ്? മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ഫിസിക്സിന്റെ ബ്രാഞ്ച്, ബ്രാഞ്ചാണ്, ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്സ്. ബേസിക്കലി മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാറ്റിക്സ്, രണ്ട് ഡൈനാമിക്സ്, സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്. ബേസിക്കലി മെക്കാനിക്സ് എന്ന് പറഞ്ഞാല് മൂവിങ് ബോഡീസിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ്. അതായത് ബോഡി മോഷനിലാണ്, ബോഡി മൂവ്മെന്റിലാണ്, അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ബോഡിന്റെ ഒരു മോഷണൽ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഫിസിക്സിലെ ഒരു ബ്രാഞ്ച് ആണ് മെക്കാനിക്സ്. ബേസിക്കലി അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, ഒന്ന് സ്റ്റാറ്റിക്സ് ആണ്, ഒന്ന് ഡൈനാമിക്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാറ്റിക്സിന് നമുക്ക് വേറൊരു പേര് വിളിക്കാം, കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. കൈനമാറ്റിക്സ് നോക്കാം അതിന്റെ, കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഓക്കെ, ഇപ്പൊ ഡൈനാമിക്സ് നമുക്ക് ആദ്യത്തെ രണ്ട് ചാപ്റ്ററുകൾ, അതായത് 1 ഡയമെൻഷൻ മോഷനും 2 ഡയമെൻഷൻ മോഷനും നമുക്ക് ഡൈനാമിക്സ് പഠിക്കാനില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് സാറേ ഡൈനാമിക്സ് പഠിക്കാനില്ലാത്തത്? ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ആണ്. ഡൈനാമിക്സിൽ മെയിൻ ആയിട്ട് പറയുന്നത് ദ കോസ് ഓഫ് മോഷൻ, ചലനത്തിന്റെ കാരണം, മോഷന്റെ കാരണം. അത് മോഷന്റെ കാരണം, മോഷന് റീസണബിൾ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. അപ്പൊ ഡൈനാമിക്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ലോസ് ഓഫ് മോഷൻ മുതലേ പഠിക്കാൻ ഉള്ളൂ. ഓക്കെ, ഫോഴ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഫ്രെയിം ഓഫ് റെഫറൻസ് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, പക്ഷെ നിങ്ങൾ ഫോക്കസ് ഏരിയന്റെ ഒരു റിലേറ്റഡ് ടോപ്പിക് ആണ്. ഓക്കെ, പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നോണം എന്നില്ല, പക്ഷെ ഒരു റിലേറ്റഡ് ടോപ്പിക് ആണ്. ഫോക്കസ് ഏരിയയിൽ മെൻഷൻ ചെയ്ത് കാണൂല, പക്ഷെ ഒരു റിലേറ്റഡ് ടോപ്പിക് ആണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. നിങ്ങൾ ബേസിക്കലി ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ജസ്റ്റ് ഏത് കാര്യത്തിനെയാണെങ്കിലും, ഇപ്പം പ്രത്യേകിച്ച് ഒരു ബോഡിന്റെ മെക്കാനിക്കൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒബ്സർവറുടെ കണ്ടീഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഒബ്സർവറുടെ കണ്ടീഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ ഇരുന്നിട്ട് ഞാൻ ഒരു തെങ്ങിന്റെയോ മാവിന്റെയോ പൊസിഷൻ പോയി ചെക്ക് ചെയ്താൽ എനിക്ക് തെങ്ങും മാവും ഓടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ബസ്സിൽ കയറി ഇരുന്നാൽ മരങ്ങളൊക്കെ പുറകോട്ട് പോകുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് പണ്ടൊക്കെ തോന്നിയില്ലേ? ഇപ്പോഴും നിങ്ങൾക്ക് തോന്നാനില്ല, പക്ഷെ ഇപ്പൊ അതിന്റെ സംഭവമൊക്കെ അറിയുന്നതുകൊണ്ടാണ്. ഓക്കെ, ചെറുപ്പത്തിലൊക്കെ. അപ്പൊ ഇതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവർ, അതായത് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ആളുടെ കണ്ടീഷൻ. അയാൾ റെസ്റ്റിലാണോ, അയാൾ മോഷനിലാണോ, ഒബ്സർവ് ചെയ്യുന്ന ആൾ റെസ്റ്റിലാണോ മോഷനാണോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളെയും അനലൈസ് ചെയ്യാൻ പറ്റുക. റെഡി അല്ലേ? അപ്പൊ ഇതിനാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവറുടെ മെക്കാനിക്കൽ കണ്ടീഷൻ. ഒബ്സർവറുടെ മെക്കാനിക്കൽ കണ്ടീഷൻ. അപ്പൊ മെക്കാനിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ?
റെസ്റ്റിലാണോ അതോ ഇയാൾ മോഷനിലാണോ, ഇയാൾക്ക് വെലോസിറ്റി എങ്ങനെയാണ്, ഇയാളുടെ ആക്സിലറേഷൻ എങ്ങനെയാണ്, ഇതൊക്കെയാണ് മെക്കാനിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞത്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവറുടെ മെക്കാനിക്കൽ കണ്ടീഷൻ. ഓക്കെ, അപ്പോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പോകാനുള്ളത്. അതിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വാക്ക് പൊസിഷനാണ്. പൊസിഷൻ എക്സ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. എക്സ് പൊസിഷനെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുന്ന സമയത്ത് എക്സും വൈയും സെഡും 3 കോർഡിനേറ്റ് നമുക്കില്ലേ? അപ്പൊ നമുക്ക് ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ 3 കോർഡിനേറ്റ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിന്റെ പൊസിഷൻ ഞാൻ പറയുക എക്സിലും വൈയിലും സെഡിലും ആയിരിക്കും പൊസിഷൻ പറയുക. 3 കോർഡിനേറ്റ് എടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നമ്മളെ ചാപ്റ്റർ എന്ന് പറയുന്നത് 1 ഡയമെൻഷണൽ ഓൺലി ആണ്. അതായത് നമ്മളെ ചാപ്റ്റർ എന്ന് പറയുന്നത് ത്രൂ എക്സ് ആക്സിസ്, ഒറ്റ ആക്സിസ് ആണ്. ഓക്കെ, അപ്പോ എക്സ് ആക്സിസ് മാത്രം. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് എന്ന് വിളിക്കാം പൊസിഷൻ. ക്ലിയർ ആവുണ്ടോ? പൊസിഷൻ നമ്മൾ എന്താ വിളിച്ചടാ? എക്സ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം എടുക്കും. ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഒരു ഒറിജിൻ കൺസിഡർ ചെയ്യും. ആ ഒറിജിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഒരു ആക്സിസിനൊക്കെ മാർക്ക് ചെയ്യും. ഇതാണ് പൊസിഷൻ. ക്ലിയർ അല്ലേ? അതായത് ഇത്രയേ ഉള്ളൂ. ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നു, വേർ ദ ഒബ്ജക്റ്റ് ഇസ് സിറ്റുവേറ്റഡ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് പൊസിഷൻ. നിങ്ങൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് കാണാനൊന്നും പോകണ്ട. ക്ലിയർ അല്ലേ? ആ പൊസിഷനെ കാണിക്കുന്ന വെക്ടറിന്റെ പേര് പൊസിഷൻ വെക്ടർ എന്നാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു പൊസിഷൻ മാർക്ക് ചെയ്തു. ഇതൊരു പൊസിഷനാണ്. ആ പൊസിഷനിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഒരു ഡയറക്ഷൻ, അതാണ് പൊസിഷൻ. ഡയറക്ഷൻ അല്ല, ഒരു വെക്ടർ. ആ പൊസിഷനെ കാണിക്കുന്ന ഒറിജിനിൽ നിന്നുള്ള ഒരു വെക്ടർ, ആർ എന്ന് പറയുന്ന വെക്ടർ ആണ് പൊസിഷൻ വെക്ടർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് ജസ്റ്റ് പൊസിഷൻ, പൊസിഷൻ വെക്ടർ, ഇത് രണ്ടും നിങ്ങൾക്ക് ഓക്കെ ആണ്. ഫ്രെയിം ഓഫ് റെഫറൻസ്, പൊസിഷൻ, പൊസിഷൻ വെക്ടർ, ഇത് 3ഉം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത് എല്ലാവരും ഓക്കെ പറയുന്നുണ്ട്. മക്കളെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോണം കേട്ടോ, ഇത് പിന്നെ കിട്ടൂലേ. റെഡി? നെക്സ്റ്റ് എന്താണ് ഒരു മോഷൻ? ഒന്നുകൂടെ പറയണോ? ഏതാ പറയണ്ടത്? ഞാൻ 3 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഏതാ വേണ്ടത്? പൊസിഷൻ പറഞ്ഞില്ലേ? മോനെ ഞാനിപ്പോ ഒരു എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തു. കുത്തനുള്ളത് വൈ, നിലവിലുള്ളത് എക്സ്. ഇതാണ് മോനെ ഒറിജിൻ. ഞാൻ എടുക്കുന്ന പൊസിഷൻ സപ്പോസ് ഇവിടെയാണെന്ന് കൂട്ടിക്കോ. ആ പൊസിഷനിലേക്ക് ഒറിജിനിൽ നിന്ന് ഞാനൊരു വെക്ടർ വരച്ചു കൊടുക്കും. അതാണ് പൊസിഷൻ വെക്ടർ. കാരണം ഇത് ഈ പൊസിഷനെ സൂചിപ്പിക്കുന്ന വെക്ടർ ആണ്. ഓക്കെ, ദ വെക്ടർ വിച്ച് ഇൻഡിക്കേറ്റ്സ് പൊസിഷൻ. അത് നമ്മൾ എപ്പോഴും ഒറിജിനിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇനി അടുത്ത ഫാക്ട് ഇതേപോലെ ചോദിച്ചോളാം കേട്ടോടാ. ഇതേപോലെ ചോദിച്ചോളാം. അപ്പൊ അവൻ ചോദിച്ച പോലെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഇതേപോലെ ചോദിച്ചാൽ നിങ്ങൾക്ക് വേഗം ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ഞാൻ പരിചയപ്പെടുത്തുന്ന വാക്ക് മോഷൻ. ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നിങ്ങൾ ഒരു ഡെഫിനിറ്റ് ടൈമിൽ ശ്രദ്ധിച്ചോണം. ഇനീഷ്യൽ ടൈമിൽ, ഞാൻ ടൈം എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഇനീഷ്യൽ ടൈമിൽ, അതായത് t0 ആയിരിക്കുമ്പോൾ, t0 സമയം ഒരിക്കലും 0 ആവില്ല നിങ്ങൾക്ക് അറിയാം. പക്ഷെ t0 എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്നാണ്. അതായത് തുടക്കത്തിൽ എന്ന് പറയുന്നതാണ് t0. മനസ്സിലായോ? നമ്മളെ കൺവീനിയൻസിനനുസരിച്ച് ടൈമിനെ 0 ആക്കി എടുക്കുന്ന, അല്ലാതെ സമയം ഒരിക്കലും 0 ഇല്ല. റെഡി അല്ലേ? t0 എടുത്തു. അടുത്ത 2ാമത്തെ സെക്കൻഡില് പൊസിഷൻ ഇവിടെ, 3ാമത്തെ സെക്കൻഡിൽ ആ ബോഡിയിലെ പൊസിഷൻ ഇവിടെ, 4ാമത്തെ സെക്കൻഡിൽ ബോഡിയിലെ പൊസിഷൻ ഇവിടെ, 5ാമത്തെ സെക്കൻഡിൽ ഇവിടെ, 6ാമത്തെ സെക്കൻഡിൽ ഇവിടെ, അങ്ങനെ സോ ഓൺ. എന്ന് വെച്ചാൽ ബോഡി അതിന്റെ പൊസിഷൻ സമയത്തിനനുസരിച്ച്, ടൈമിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം കണ്ടിന്യൂസ്ലി. This physical phenomenon is known as motion. റെഡിയാണോ? ഒരു ഒബ്ജക്റ്റ് അതിന്റെ ടൈം മോഷൻ എന്ന് വിളിക്കും. ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് നമ്മൾ ഇങ്ങനെ തീരുമാനിക്കുന്നത്. 1ാമത്തെ സെക്കൻഡിൽ നോക്കി ഒബ്ജക്റ്റ് അവിടെ തന്നെ, 2ാമത്തേലും അവിടെ തന്നെ, 3ാമത്തെ സെക്കൻഡിലും അവിടെ തന്നെ. നമ്മൾ എന്ത് പറയും? ഒബ്ജക്റ്റ് റെസ്റ്റിലാന്ന് പറയും. അപ്പൊ മോഷൻ എന്താന്നുള്ള കാര്യം ക്ലിയർ ആയി.
നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു നമ്മളൊരു ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു ബോഡിയെയാണ് നമ്മൾ എന്ത് പറയാ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു സ്മോൾ ഒബ്ജക്റ്റ് ആണ് ചെയ്യാൻ പറ്റണം, ഒബ്സർവ് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെക്കാനിക്സ് ബേസ് ചെയ്തിട്ട് 3 ടൈപ്പിലാണ് മോഷൻ. ഒന്ന് 1 ഡയമെൻഷണൽ മോഷൻ, അതായത് ത്രൂ എക്സ് ആക്സിസ് മാത്രം. രണ്ടാമത്തെ 2 ഡയമെൻഷണൽ മോഷൻ, അത് വൈ ആക്സിസിലൂടെ എക്സിലൂടെ ഉണ്ടാവും. അതായത് ഒരു പ്ലെയിനിലായിരിക്കും അതിന്റെ മോഷൻ. ക്ലിയർ അല്ലേ? ഒരു പ്ലെയിനിലായിരിക്കും അതിന്റെ മോഷൻ വരിക. അതേപോലെ തന്നെ മൂന്നാമത്തെ 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മോഷൻ എങ്ങനെയായിരിക്കും മക്കളെ? ഒരു സ്പേസിലായിരിക്കും അല്ലെ? അതിന്റെ മൂവ്മെന്റ് റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ മെക്കാനിക്കൽ ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് 3 കോർഡിനേറ്റ്സിന് ആവശ്യം വരും. ഇതാണ് 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ. റെഡിയാണോ? അപ്പൊ 1 ഡയമെൻഷണൽ മോഷനിൽ അതിന്റെ മെക്കാനിക്കൽ ക്യാരക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ആകെ ഒരു കോർഡിനേറ്റ്. 2 ഡയമെൻഷണൽ മോഷനിൽ അതിന്റെ മെക്കാനിക്കൽ ക്യാരക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ 2 ആക്സിസ് വേണം. 3 ഡയമെൻഷനിൽ മോഷന്റെ മെക്കാനിക്കൽ ക്യാരക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് 3 ആക്സിസ് വേണം. റെഡി അല്ലേ? അപ്പൊ ഇത് ക്ലിയർ ആയ മക്കളെ? ഈ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ ക്ലിയർ ആയ? ആയടാ? ആയെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞു. ഞാൻ ഓരോ ടോപ്പിക് കഴിഞ്ഞാലും ഇങ്ങനെ ചോദിക്കൂട്ടോ ഈ ഓക്കെ ആണോ എന്ന്. നിങ്ങൾ അന്നേരം നിങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളാം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. ഓക്കെ, സെറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് സംശയമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ സംശയം ചോദിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്താ മോനെ? ഏത് ഭാഗം മോനെ വേണ്ടത്? റിപ്പീറ്റ് ചെയ്യാം. മോഷൻ എന്നാൽ ഈ മോഷനും റെസ്റ്റും ആണ് മോനെ. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ. യെസ് യെസ്, ഞാൻ പറയാം. റിപ്പീറ്റ് ചെയ്യാം. നോ പ്രോബ്ലം, റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ നോക്കൂ കേട്ടോ മോനെ. നമുക്ക് 3 ആക്സിസുകളാണുള്ളത് അല്ലെ? എക്സ്, വൈ, സെഡ്. എക്സ്, വൈ, സെഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആക്സിസ് ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് എക്സ്, ഇത് വൈ, ഇത് എക്സ്, ഇത് വൈ, ഇതാണ് സെഡ്. ഇങ്ങനെയാണ് ഇതാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. എക്സ്, വൈ, സെഡ്. 3 ആക്സിസ് ഉണ്ടോ? നിങ്ങൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ആക്സിസ് കേൾക്കുക. 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആക്സിസിൽ മുന്നോട്ടോ പിന്നോട്ടോ അല്ലെങ്കിൽ കുത്തനെയോ വിലങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഇങ്ങനെയോ മാത്രം മൂവ് ചെയ്യാം. അതായത് ഒരു പ്ലെയിനിലുമല്ല സ്പേസിലുമല്ല, ഏതെങ്കിലും ഒരു ലൈനിൽ കൂടെ മാത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുക. അപ്പൊ ആ ബോഡിയിലെ പൊസിഷനും മോഷനും ഒക്കെ പറയാൻ നമുക്ക് ഒരു ആക്സിസിന്റെ സഹായം മതി എന്നർത്ഥം. ഒറ്റ ലൈനിലായിരിക്കും അതിന്റെ മെക്കാനിക്സ് വർക്ക് ചെയ്യുക. മനസ്സിലായോ മോനെ? ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ ആണോടാ? 2 ഡയമെൻഷണൽ ആണെങ്കിൽ അത് എക്സ് വൈ പ്ലെയിനിലായിരിക്കും അതിന്റെ പൊസിഷൻ. മനസ്സിലായോ? എക്സ് വൈ പ്ലെയിനിലായിരിക്കും. അതായത് ആ ബോഡി ഒന്നിൽ ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്. കാരണം ഒരു പ്ലെയിനിലെ മോഷൻ ഇങ്ങനെ ആവാം. റെഡി അല്ലേ? അപ്പൊ ഈ ബോഡി കൂടെ ഒരു ഉറുമ്പ് നടന്നു കളിക്കുന്ന ഒരു പാത്താണ് ഞാൻ വരച്ചെന്നുണ്ടെങ്കിൽ ഇതൊരു 2 ഡയമെൻഷണൽ ആണ് അല്ലേടാ? അതിന്റെ പൊസിഷൻ പറയാനും വെലോസിറ്റി പറയാനും ആക്സിലറേഷൻ പറയാനും ഒക്കെ ഈ ആക്സിസും മതി. കാരണം അതിന്റെ രണ്ടിന്റെ ഇടയിലാണ് ഇയാള്. സെഡിനോട് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. മനസ്സിലായോ? പക്ഷെ ഇതൊരു സ്പേസിലാണെങ്കിൽ ഒരു 3D ആയിട്ടുള്ള ഒരു മോഷനാണ്. ഇപ്പൊ ഒരു പൂമ്പാറ്റ പറന്ന് നടക്കുന്നതാണെങ്കിൽ ആ പൂമ്പാറ്റന്റെ പൊസിഷനും റിലേറ്റഡ് കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ടി വരിക? 3 ആക്സിസ് വേണം. എക്സും വേണം, വൈയും വേണം, സെറ്റും വേണം. അത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ, അത്തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ചോദിച്ചാൽ ഡൗട്ട് ചോദിച്ചാൽ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത് ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം. ഫോക്കസ് ഏരിയയിലുള്ള നെക്സ്റ്റ് പോയിന്റ് ആണ് എന്താണ് ഡിസ്റ്റൻസ്. മക്കൾ ഇതൊക്കെ വളരെ ബേസിക് ആണ്. നിങ്ങൾക്ക് അറിയാം ഡിസ്റ്റൻസ് എന്നാൽ എന്ത്.
ഞാൻ പറയുന്നു എന്റെ വീട്ടിൽ നിന്ന് കോഴിക്കോട് സിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്, എന്റെ വീട്ടിൽ നിന്ന് കോഴിക്കോട് സിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ ആണ്. ഞാൻ പറയുന്നു വാട്ട് ഡസ് ഇറ്റ്സ് മീനിങ്, എന്താണ് ഇതിന്റെ അർത്ഥം? ഡിസ്റ്റൻസ്, അതായത് എന്റെ വീട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് 20 കിലോമീറ്റർ ആണ് ദൂരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ വീട്ടിൽ നിന്ന് കോഴിക്കോട് സിറ്റി വരെ നീണ്ടു കിടക്കുന്ന റോഡിന്റെ നീളം. മൈക്കോസേക്കട എല്ലാവരും സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു. ഞാൻ ഇപ്പൊ ക്ലാസ് ഇറങ്ങിയിട്ട് സമയം ഞാൻ ഓക്കെ. ആരാടാ മൈക്ക് ഇങ്ങനെ ഓൺ ആക്കുന്നിടാ? ആരാ മൈക്ക് ഓൺ ആക്കുന്നത്? നേഹ സന്തോഷ് മോളെ മൈക്ക് ഒന്ന് ഓഫ് ആക്കടാ. നേഹ സന്തോഷ്, നേഹ സന്തോഷ്. നിങ്ങൾ 8ാം ക്ലാസ്സിലേക്കാൾ കഷ്ടമാണ് ചില നേരം, എപ്പോഴും ചില തോന്നും. റെഡിയല്ലേ? ഇവിടെ നോക്ക്, റെഡിയല്ലേ? അപ്പൊ 20 കിലോമീറ്റർ ആണ് ഇവിടുന്ന് എന്റെ വീട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ വീട് മുതൽ കോഴിക്കോട് സിറ്റി വരെ നീണ്ടു കിടക്കുന്ന റോഡിന്റെ നീളം, ലെങ്ത് ഓഫ് ദ പാത്ത്, അതാണ് ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പാത്ത് മാറ്റിക്കഴിഞ്ഞാൽ, റോഡ് മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ കോഴിക്കോട്ടേക്ക് ഇവിടുന്ന് മണ്ണൂർവളം വഴി പോവാം, എനിക്ക് വേണമെങ്കിൽ രാമനാട്ര വഴി പോവാം. ഇതൊക്കെ പോകുന്ന സമയത്ത് ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആണ്, കാരണം ഞാൻ എടുക്കുന്ന പാത്തുകൾ ഡിഫറെന്റ് ആണ്. അപ്പൊ പാത്തിന്റെ ലെങ്ത് മാറും. അപ്പൊ പാത്ത് ലെങ്ത് എന്ന് പറയുന്ന സാധനം എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് ഇസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ എ ബോഡി. ഡിസ്റ്റൻസ് ഇസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ എ ബോഡി, അതാണ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് മനസ്സിലായ ഡിസ്റ്റൻസ് എന്താണെന്ന്? ഓക്കെ ആണോ? ഡിസ്റ്റൻസിൽ നമുക്ക് പാത്ത് ലെങ്ത് എന്നും വിളിക്കാം. ഡിസ്റ്റൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൂടി മൂവ് ചെയ്യാം, ഡയറക്ഷൻ വിഷയമല്ല. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൂടെ മൂവ് ചെയ്യാം, അവിടെ ഡയറക്ഷൻ സ്പെസിഫിക് ഒന്നുമല്ല. ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൂടെ മൂവ് ചെയ്യാം, ആ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള പാത്തിന്റെ ലെങ്ത് എടുത്താൽ മതി എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അടുത്ത ആളെ നമുക്ക് പഠിക്കാനുണ്ട്, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിനെ ഒരു മലയാള വാക്കുകൊണ്ട് ഉദ്ദേശിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലയാള വാക്കുകൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാൻ ഏറ്റവും എളുപ്പമുള്ള വാക്ക് അകലം എന്നാണ്. അകലം, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം എന്ന് വെച്ചാൽ ദ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്, അല്ലെങ്കിൽ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്, അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ടു പോയിന്റ്സ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ്. സ്ഥാന അന്തരം എന്ന് മലയാളത്തിൽ പറയും, സ്ഥാനാന്തരം എന്ന് മലയാളത്തിൽ പറയും. ഡിസ്പ്ലേസ്മെന്റ്, അകലം എന്നാണ് സംഭവം. അതായത് രണ്ട് ഒബ്ജക്റ്റുകൾ, രണ്ട് പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടോ, ഇവിടെ ഡയറക്ഷൻ സ്പെസിഫിക് ആണ്. ഇത് ഇങ്ങോട്ട് തന്നെ എടുക്കണം. നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ അത് എന്താവില്ല? ഡിസ്പ്ലേസ്മെന്റ് ആവില്ല. ക്ലിയർ അല്ലേ? ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റിൽ ഡയറക്ഷൻ എന്ന് പറയുന്ന സാധനം സ്പെസിഫിക് ആണ്. റെഡി അല്ലേ? ഒരാൾ നോർത്തിലോട്ട് മൂവ് ചെയ്യാണ്, വടക്കോട്ട് പോവാണ്, അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും നമുക്ക് തെക്കോട്ട് എടുക്കാൻ പറ്റില്ല. അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വടക്കോട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. തെക്കോട്ടുള്ള അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അകലം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓർ ടു ഒബ്ജക്ട്സ്. അതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഡയറക്ഷൻ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാടാ? അത് വെക്ടർ ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ 0 ആവാം, നെഗറ്റീവ് ആവാം, ഒക്കെ ആവാം. റെഡി അല്ലേ? 0 നെഗറ്റീവ് ഒക്കെ ആയിട്ട് മാറും ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ഓൾവേസ് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ പൊസിഷനെ നമുക്ക് എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് ഇങ്ങനെ പറയാം, x2 - x1 എന്ന് പറയാം. ക്ലിയർ അല്ലേ?
x2 മൈനസ് x1 എന്ന് പറയാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് അറിയേണ്ട ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഇപ്പൊ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എല്ലാവർക്കും ഓക്കെ അല്ലടാ? ഡിസ്പ്ലേസ്മെന്റ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ സാർ. അടുത്ത ടൈം. ടൈം എന്ന് വെച്ചാൽ ഒരു ടൈം ഇന്റർവൽ ആണ്. ഇത് t2 മൈനസ് t1 ആണ്. അതായത് അവസാനത്തെ സമയം മൈനസ് ആദ്യത്തെ സമയം, അതാണ് ടൈം ടേക്കൺ. മെക്കാനിക്സിൽ എത്ര സമയം എടുത്തു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ കാര്യം സംഭവിക്കാൻ, ഒരു മെക്കാനിക്സ് സംഭവിക്കാൻ എത്ര സമയം എടുത്തു, അത് t2 മൈനസ് t1 ആണ്. അവസാനത്ത് നമ്മൾ ഒബ്സർവേഷൻ നിർത്തുന്ന സമയം മൈനസ് ഒബ്സർവേഷൻ തുടങ്ങുന്ന സമയം. ഓക്കെ, നമ്മളൊരു സ്റ്റോപ്പ് വാച്ചിലൊക്കെ മെഷർ ചെയ്യുന്ന ഒരു സാധനം t2 മൈനസ് t1 ആണ്, ഒരു ടൈം ഗ്യാപ്പ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് എന്നൊരൊറ്റ സെന്റൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന ഫിസിക്സിലെ ഒരു വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിന്റെ അർത്ഥം, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് മാറുക എന്നാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് മാറുക. ഓക്കെ, അപ്പോ കവേർഡ് ഡിസ്പ്ലേസ്മെന്റ് x2 മൈനസ് x1 ബൈ ടൈം ടേക്കൺ, ഇതാണ് മക്കളെ എന്ത്? വെലോസിറ്റി. വേഗത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം വെലോസിറ്റി. ഒരാള് എത്ര സമയം കൊണ്ട് എത്ര ഡിസ്പ്ലേസ്മെന്റ് അയാൾക്ക് ഉണ്ടായി. ഓക്കെ, ഒരാൾക്ക് എത്ര ഇന്ന സമയം കൊണ്ട് ഇന്ന ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, എത്ര സമയം കൊണ്ട് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, ഈ ഒരു റേഷ്യോ, ഈ ഒരു കണക്കാണ് എന്ത്? വെലോസിറ്റി എന്ന് പറയുന്നത്. ഒരാൾ ചുരുങ്ങിയ ടൈം കൊണ്ട് കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് അയാൾക്ക് ഉണ്ടായെങ്കിൽ നമ്മൾ എന്ത് പറയും? അയാൾക്ക് വെലോസിറ്റി കൂടുതലാന്ന് പറയും. ഓക്കെ, ഇപ്പം ആമയും മുയലും പന്തയം വെച്ചു. ഇപ്പൊ മുയലിന് വെലോസിറ്റി കൂടുതൽ, നമ്മൾ എന്ത് പറയും? മുയല് ചുരുങ്ങിയ ടൈം കൊണ്ട് കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് മുയലിനുണ്ടായി. ആമ മെല്ലെ നടക്കുന്ന ആളാണ്. സമം ജയിച്ചത് ആമയാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ കേട്ടാൽ മതി. ഓക്കെ, ആമ മെല്ലെ നടക്കുന്ന ആളാണ്. അതായത് വലിയൊരു ലാർജ് ടൈം ഇന്റർവെല്ലിൽ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ ആർക്കുള്ളൂ? ആമയ്ക്കുള്ളൂ. ആമയ്ക്ക് വെലോസിറ്റി കുറവെന്ന് പറയും. റെഡിയാണോ? ഇതാണ് പരിപാടി. വെലോസിറ്റി x2 മൈനസ് x1 ബൈ t2 മൈനസ് t1 എന്ന് പറയും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു വെക്ടർ ആണ് കേട്ടോ. ഇവിടെ ഡയറക്ഷൻ സ്പെസിഫിക് ആണ്, കാരണം ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെന്റും അതേപോലെ വെക്ടർ ആണ്. അടുത്തത് സ്പീഡ്. സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതായത് കവേർഡ് ഡിസ്റ്റൻസ് ബൈ ടൈം. അത് സ്കെയിലാണ്. കവേർഡ് ഡിസ്റ്റൻസ് ബൈ ടൈം സ്കെയിലാണ്. ഇത് റെഡിയാണോ? ആണോ? വെലോസിറ്റി നമ്മൾ ഇങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി വെലോസിറ്റി ആണ്. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞു. വെലോസിറ്റിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആട്ടോ. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈമിന്റെ പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, റെഡി ഇല്ലടാ? ഇനി അടുത്തേക്ക് പോട്ടോ. ഹെഡിങ് കൊടുക്കുക യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ ഹെഡിങ് കൊടുക്കുക. യൂണിഫോം മോഷൻ. ആരെങ്കിലും ഒരാൾ എനിക്ക് പറഞ്ഞു തന്നാണ് എന്താണ് യൂണിഫോം മോഷൻ? ആദിത്യ ബി എസ് എന്ന് പറഞ്ഞു എന്താ യൂണിഫോം മോഷൻ? If an object moves in a straight line, covers equal distance in equal interval of time. Yes, very good, very good, very good. ഇവിടെ നോക്ക്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബോഡി ഒരു സ്ട്രെയിറ്റ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാണ്.
അതിന്റെ ഡയറക്ഷൻ ഒന്നും മാറ്റാതെ ഒരു കോൺസ്റ്റന്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യാണ്. അതിന്റെ വെലോസിറ്റി ഈക്വൽ ആണ്, വെലോസിറ്റി യൂണിഫോം ആണ്, ഈക്വൽ ആണ്. വെലോസിറ്റി ത്രൂ ഔട്ട് ദി മോഷൻ ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ദി കവേർഡ് ഡിസ്റ്റൻസ് by time taken is a constant. അല്ലെ, അതായത് വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അത് മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുമ്പോഴും ഡയറക്ഷൻ വൈസ് നോക്കുമ്പോഴും. ഓക്കെ, അപ്പം യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലുള്ളതാണ്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, മാഗ്നിറ്റ്യൂഡിൽ മാറ്റം വരാതെ, അളവിൽ മാറ്റം വരാതെ ഡയറക്ഷൻ മാത്രമായിട്ട് മാറുകയാണെങ്കിൽ പോലും വെലോസിറ്റിക്ക് ചേഞ്ച് വരാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരേ ദിശയിലേക്ക് ഒരേ രീതിയിൽ പോകണം. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂണിഫോം മോഷൻ എന്ന് വിളിക്കുക. യൂണിഫോം മോഷനിൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ആള് 0 ആയിരിക്കും. യൂണിഫോം മോഷനിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. റെഡി അല്ലേ? ഓക്കെ, കവേർഡ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ ആണെന്ത്? വെലോസിറ്റി. അപ്പം ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, അതാണ് എന്ത്? നമ്മുടെ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാൾക്കാരാണ് ഇനി അടുത്ത പഠിക്കാൻ. ഒന്ന് രണ്ട് മൂന്ന് ആവറേജ് സ്പീഡ്. ഓക്കെ, ഈ മൂന്ന് ആൾക്കാരെ നമുക്കൊന്ന് അറിയാം. ഒന്ന് ആവറേജ് വെലോസിറ്റി, പിന്നെ ഒന്ന് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അടുത്ത ആവറേജ് സ്പീഡ്. ഞാൻ ചോദിക്കുന്ന ആള് പറ. സൂരജ് കെ ഒന്ന് പറയടാ മോനെ. സൂരജ് കെ സുശാന്ത് ഒന്ന് പറഞ്ഞേ, എന്താണ് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞത്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഡിസ്റ്റൻസ് അല്ല, വെലോസിറ്റി ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലടാ, അല്ലേ? ബൈ ടൈം അല്ലേ? യെസ്, ഓക്കെ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ. ആവറേജ് സ്പീഡ് എന്തായിരിക്കും? എങ്കിൽ ഒരാൾ പറഞ്ഞേ, മാളവിക എന്ന് പറഞ്ഞിടാ. ടോട്ടൽ പാത്ത് ലെങ്ത് ബൈ. സർ കേക്കുണ്ടോ? കേക്കുണ്ട്, പറഞ്ഞോ. ടോട്ടൽ പാത്ത് ലെങ്ത് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ പാത്ത് ലെങ്ത് ബൈ അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ടൈം ഇന്റർവൽ. ഇനി ഒരാൾ പറഞ്ഞു, ഞാൻ ചോദിക്കാം. ദ്രൗപദ് എന്ന് പറഞ്ഞിടാ മോനെ, എന്താ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഇൻസ്റ്റന്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റി. അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഒരു ടൈം ഇന്റർവെൽ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ, ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന വെലോസിറ്റി കേട്ടോ. അതാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇപ്പൊ വണ്ടിയുടെ ഒക്കെ സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ആണ്. ദ വെലോസിറ്റി അറ്റ് എ സ്പെസിഫിക് ഇൻസ്റ്റന്റ്, അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളുണ്ട്. ആവറേജ്, ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ഒക്കെ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞു. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഒന്ന് പറഞ്ഞുതരാം. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി സിമ്പിൾ ആണ് മോനെ. നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഒരു 10ാമത്തെ സെക്കൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ആ അപ്പത്തെ വെലോസിറ്റി, ഇപ്പൊ ബസ്സിൽ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, ബസ്സിന്റെ സ്പീഡോമീറ്റർ നോക്കുന്ന സമയത്ത് നമ്മൾ 55 km/h എന്നാ കാണുന്നത്. അത് ആ ബസ്സിന്റെ അപ്പത്തെ വെലോസിറ്റി ആണ് അല്ലെ? അതിനാണ് നമ്മൾ എന്താ പറയാ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. വെലോസിറ്റി ഒരു ടിപ്പിക്കൽ ഇൻസ്റ്റന്റ് നമ്മൾ എടുത്താൽ ആ ഇൻസ്റ്റന്റിൽ ആ ബോഡിന്റെ വെലോസിറ്റി എന്താണ്? അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി.
ഇത് ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു ഓക്കെ പറയും. റെഡി അല്ലേ? അല്ലടാ. ഇനി അടുത്ത ഹെഡിങ് കൊടുക്കുക ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന ഹെഡിങ്. ആക്സിലറേഷൻ. മോഷൻ യൂണിഫോം അല്ലാതാകുമ്പോൾ, മോഷന്റെ യൂണിഫോമിറ്റി നഷ്ടപ്പെടുമ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു മെക്കാനിക്കൽ ക്യാരക്ടർ ആണ് ആക്സിലറേഷൻ. എന്ന് വെച്ചാൽ ബോഡിയുടെ വെലോസിറ്റി ചേഞ്ച് ആകുമ്പോൾ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാകുന്നു. ബോഡിയുടെ വെലോസിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ആവുകയാണെങ്കിൽ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാകുന്നു. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഒരു ബസ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തുണ്ട്? ഒരു ബസ്. ആ ബസ് 50 km/h സ്പീഡിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ ബസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 50 km/h ആണ്. മക്കളെ, ഈ km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ എന്താണ് ചെയ്യാം? ആരെങ്കിലും ഒരാൾ പറഞ്ഞ? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെയാടാ? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ. km/h 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ഇങ്ങനെ ചെയ്താൽ നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാം കേട്ടോ. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബസ് 50 km/h സ്പീഡ് വെലോസിറ്റിയിൽ പോയിക്കൊടുക്കുക. ഡ്രൈവർക്ക് തോന്നി സ്പീഡ് പോരാ. ഡ്രൈവർ ആക്സിലറേറ്ററിൽ കാലമർത്തി 50-നെ ഡ്രൈവർ എന്താക്കി? 60 km/h എത്തിച്ചു. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഡ്രൈവർ ആക്സിലറേറ്ററിൽ കാല് വെക്കുമ്പോഴേക്കും 50-60 ചാടോ ബസ്? ഇല്ല. 50 km/h വെലോസിറ്റി കൂടി 60-ൽ എത്താൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. ദാറ്റ് ഇസ് എ ടൈം ടേക്കൺ. ക്ലിയർ അല്ലേ? ഡ്രൈവർ 50 km/h പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ ആക്സിലറേറ്റർ ചവിട്ടി സ്പീഡ് കൂടി വന്ന് 60-ലേക്ക് കയറാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് ടൈം ടേക്കൺ. മക്കളെ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളുക, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. ബോഡിയുടെ യൂണിഫോം മെക്കാനിക്കൽ ക്യാരക്ടർ നഷ്ടപ്പെടുമ്പോൾ, യൂണിഫോം മോഷൻ എന്ന് പറയുന്ന മെക്കാനിക്കൽ ക്യാരക്ടർ നഷ്ടപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് മക്കളെ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, മക്കളെ, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ടൈമിലെ ആക്സിലറേഷൻ എന്നാണ് അർത്ഥം കേട്ടോ. ഒരു ചെറിയൊരു മൈന്യൂട്ട് ടൈം ഇന്റർവെല്ലിലെ ആക്സിലറേഷൻ ആണെന്ത്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ എന്താണ്, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്താണെന്ന് ഓക്കെ ആണ്? ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞു. ഓക്കെടാ? ശരി, ഇനി ശ്രദ്ധിച്ചോ കേട്ടോ. ഇനി ശ്രദ്ധിച്ചോ. ഞാൻ ഇനിയൊരു ചോദ്യം ചോദിക്കാം. എന്റെ അടുത്ത ചോദ്യം, നന്ദന മിത്രം. ക്വസ്റ്റ്യൻ ആണേ. എന്താണ് മോളെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ? അറിയാത്ത ആൾക്കാർ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാനും പറഞ്ഞുതരും. ആദ്യം ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്?
വെലോസിറ്റി വെലോസിറ്റിയെ കാണിക്കാൻ അല്ലെ, അതായത് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ കാണിക്കാനാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുന്നത് അല്ലെ. എക്സ് ആക്സിസിൽ നമ്മൾ ടൈമിനെ കൊടുക്കും, വൈ ആക്സിസിൽ പൊസിഷനെ കൊടുക്കും അല്ലെ, അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലെ, ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് വെലോസിറ്റി ആയിരിക്കും അല്ലെ. ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ആവറേജ് വെലോസിറ്റി ആയിരിക്കും. ക്ലിയർ ആണോ? ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആവറേജ് ആക്സലറേഷൻ ആയിരിക്കും അല്ലെ മക്കളെ, അല്ലെ? ഓക്കെ ആണോടാ? പൊസിഷൻ ടൈം ഗ്രാഫ് ഓക്കെ ആണോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു ഗ്രാഫ് വരയ്ക്കാം. ആ ഗ്രാഫിന്റെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഗ്രാഫാണ്, ഒരു ബോഡിന്റെ മെക്കാനിക്കൽ ക്യാരക്ടറിന്റെ ഗ്രാഫാണ്. ആ ബോഡി ഏത് കണ്ടീഷനിലാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെ? ആ ബോഡി ഏത് കണ്ടീഷനിലാണെന്ന് എനിക്ക് പറഞ്ഞു. ഏത് കണ്ടീഷനിലാ ബോഡി? ആരെങ്കിലും ഒരാൾ പറഞ്ഞോടാ, കമന്റ് ചെയ്താലും മതി. മക്കളെ യെസ്, ഓക്കെ, വെരി ഗുഡ്. റെസ്റ്റിലാണ് കേട്ടോ. അതായത് ടൈമിനനുസരിച്ച് പൊസിഷനിൽ യാതൊരു മാറ്റമില്ല, കണ്ടിന്യൂസ് അങ്ങനെ തന്നെ. ഇനി അടുത്ത് ഈ ഗ്രാഫ് നിങ്ങളെ ഫോക്കസ് ഏരിയയിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്തായാലും ഒന്ന് കേട്ട് വെച്ചോ. അല്ലോ, പറ എന്താണ് ബോഡിയുടെ മെക്കാനിക്കൽ കണ്ടീഷൻ? യൂണിഫോം മോഷൻ അല്ലേ, യൂണിഫോം മോഷൻ. റെഡിയാണോ മക്കളെ? യൂണിഫോം മോഷൻ. റെഡിയാണോ? നീ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അടുത്തത് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ എന്തായി നടക്കും? ഇതെന്തായി നടക്കും? ഇങ്ങനെ ഗ്രാഫ് വെച്ചാൽ നെഗറ്റീവ് വെലോസിറ്റി. അല്ലേ? ഓക്കെ അല്ലേടാ? നെഗറ്റീവ് വെലോസിറ്റി. ഇനി അടുത്തത് എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാല്? ഞാനോടാ ചോദിക്കാം. നേഹ പി വി ഒന്ന് വീഡിയോ ഓണാക്ക്, എന്നിട്ട് പറ. ലോഡിംഗ് ടൈം ഗ്രാഫ് പോണ്. ഗ്രാഫ് ഷോസ് ദ വേരിയേഷൻ ഓഫ് വെലോസിറ്റി വിത്ത് ബോഡി യൂണിഫോം മോഷനിലാണ്, ടൈമിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ആകുന്നില്ല അല്ലെ. ബോഡി യൂണിഫോം മോഷനിലാണ് ഇങ്ങനെ കടന്നു പോകുന്നു അല്ലെ. നെക്സ്റ്റ് ഇതെന്താണ് അവസ്ഥ? പോസിറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഇതെന്താ അവസ്ഥ? യൂണിഫോം ഡീസലറേഷൻ ആണ് അല്ലെ. യൂണിഫോം ഡീസലറേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളും നോക്കി വെക്കുക. അതേപോലെ തന്നെ സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ് മോനെ? ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും കേട്ടോ. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. റെഡി അല്ലേ? ഇത് ഓക്കെ അല്ലടാ? ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞു.
ഇവിടെ എല്ലാവരും വീഡിയോ ഓൺ ആക്കണം. നിങ്ങൾ ഇത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളെ സൗകര്യത്തിന് ഇരിക്കാനായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഓഫ് ആക്കുന്നത്. അല്ലാത്ത കുട്ടികൾക്ക് കുറച്ച് ആൾക്കാർക്ക് റേഞ്ച് ഇഷ്യൂ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യത്തിന് ചിലപ്പോൾ കിടക്കുക, ഇരിക്കുക, തലമുടി ചീകുക, അങ്ങനെ അങ്ങോട്ട് ഇരിക്കുക, അങ്ങോട്ട് ഇരിക്കുക, അങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് നോക്കുക. ഇതിനായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഓഫ് ആക്കിയിടുന്നത്. മനസ്സിലായോ? നമുക്കറിയാം നിങ്ങൾ എന്തിനാ ഈ വീഡിയോ ഓഫ് ആക്കുന്നുള്ളത്. കാരണം ഓൺലൈനിൽ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വല്ലാതെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കണം. വീഡിയോ ഓഫ് ആക്കിയിടുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയോണം ഇരിക്കാം. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഒരു പൊളൈറ്റ്നെസ്സിൽ ഇരിക്കണ്ടേ, അല്ല ചുമ്മാ വെറുതെ ഇങ്ങനെ ഈ ഉടായ്പ് കാണിച്ചിങ്ങനെ ഇരിക്കുന്ന എന്തിനാടാ? ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഒരു മാനേഴ്സിൽ ഇരിക്കണം കേട്ടോ. അല്ലാതെ വെറുതെ ചുമ്മാ ഈ വീഡിയോ ഓഡിയോ ഓഫ് ആക്കിയിട്ട് നിങ്ങൾ ഈ കമന്ന് കിടന്ന് ക്ലാസ് കാണുക, മലന്ന് കിടന്ന് ക്ലാസ് കാണുക, തല കുത്തി ഇന്ന് ക്ലാസ് കാണുക, ഇങ്ങനത്തെ കുറെ ടീമുണ്ട് ഇവിടെ. കട്ടിന് മുകളിൽ കിടക്കും ഇരിക്കും, അങ്ങനത്തെ ആൾക്കാർ എക്സിറ്റ് ആയി പോയി. ഇപ്പൊ വെറുതെ എന്തിനെങ്കിലും അതിനകത്ത് ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഒരു പൊളൈറ്റ്നെസ്സിൽ ഇരിക്കണം. ആദിത്യ ഹരിദാസ് ഐസറിലെ കുട്ടിയാണോ മോളെ? ന്യൂ അഡ്മിഷനാ? അതെ. ആദിത്യനെ ഞാൻ 10ാം ക്ലാസ്സിലെ പണ്ട് എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരി, ഓക്കെ. വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളിതിൽ എന്ത് ചെയ്താലും നിങ്ങളത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഒരു വീഡിയോ ഓഫ് ആക്കിയാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഓഫ് ആക്കുന്നത്, നിങ്ങൾ മൈക്ക് അറിയാതെ ഓൺ ആയി പോകുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഓൺ ആവണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഇവിടെ. പറഞ്ഞ മനസ്സിലായോ? അത് എന്തുകൊണ്ടാ വെച്ചാല് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഉടായി പറയെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ 10 ഇരട്ടി ഉടായി പറയാം. ഞാനൊക്കെ ഉടായിപ്പിന് മരാണ്. പറഞ്ഞ മനസ്സിലായോ? അത് വേഗം മനസ്സിലാവും നിങ്ങൾ എന്ത് ചെയ്താലും. നിങ്ങളുടെ സൗകര്യത്തിന് ഇരിക്കാൻ കണക്കാക്കിയിട്ട് വീഡിയോ ഒന്നും ഓഫ് ചെയ്യണ്ട. നിങ്ങൾക്ക് അതിന് മാത്രം ഡാറ്റ ഒന്നും ചെലവാകില്ല. ഞാൻ ഒരു ദിവസം 5 മീറ്റിംഗ് നടത്തുന്നതാണ് ഒരു ദിവസം. നിങ്ങൾക്കൊക്കെ ഉള്ള അതേ ഡാറ്റ പ്ലാൻ തന്നെ എനിക്ക് ഏകദേശം, കുറച്ചധികം കൂടുതലുണ്ടെന്നുള്ളൂ. അതിന് മാത്രം ഡാറ്റ ഒന്നും ചെലവാകില്ല. 5 മീറ്റിംഗ് ഒരു ദിവസം നടത്തുന്നു. രാവിലെ 7 മണി മുതൽ മീറ്റിംഗ്. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു പൊളൈറ്റ്നെസ്സിൽ കുളിച്ചൊക്കെ വൃത്തിയായിട്ട് വന്ന് മൊബൈലൊക്കെ ഒരു സ്ഥലത്ത് വെച്ച്. നിങ്ങൾക്ക് എത്ര ആൾക്കാർ ട്രൈപോഡിൽ ഫോൺ ഫിറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ നിന്ന് കാണുന്നുണ്ട്? വളരെ കുറവായിരിക്കും അല്ലെ? ഞാൻ ട്രൈപോഡ് വാങ്ങുന്നത് ഇപ്പൊ അടുത്ത കാലത്താണ്. ഈ ഓൺലൈൻ ക്ലാസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈപോഡ് അധികം ഫസ്റ്റ് വാങ്ങുന്നത്. ഞാൻ പണ്ട് ഒരു സെന്ററിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ബോർഡൊന്നും യൂസ് ചെയ്യാണ്ട് എടുത്തിരുന്നു തുടക്കകാലത്ത്. പക്ഷെ എന്നിട്ട് ഞാൻ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ എന്റെ വീട്ടിൽ കുറെ പുസ്തകങ്ങളുണ്ട്, ഇത് കാണാം. ഈ പുസ്തകങ്ങളൊക്കെ ഇല്ലേ, ഈ പുസ്തകങ്ങളില്ലേ, ഞാൻ അത് അട്ടിക്ക് കഴിയും. ഈ പുസ്തകം അട്ടിക്ക് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഫോൺ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ട്രൈപോഡ് സംഭവം 600 രൂപ വിലയുള്ളൂ ട്രൈപോഡിന്. ഞാൻ അന്ന് ട്രൈപോഡ് വാങ്ങിയില്ലേ. പറഞ്ഞു മനസ്സിലായോ? അതാണ് അതിന്റെ അവസ്ഥ. നിങ്ങൾ ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ അതിന്റെ ഒരു പൊളൈറ്റ്നെസ്സിൽ ഇരിക്കും. വെറുതെ ഈ മറ്റേ ഈ ഉടായ്പ കുട്ടികൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ചുമ്മാ ഇരിക്കണം. ഓക്കെ, നിങ്ങൾ വീഡിയോ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അതിനൊന്നും വെറുതെ നിങ്ങൾ ഉടായ്പ കളിക്കല്ലേ. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിപ്പോയി. സൂം ഒക്കെ ഇറങ്ങിയ കാലത്ത്, സൂം ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയ ഒരു സമയത്തൊക്കെ ഇത് ഭയങ്കര ഒരു ട്രെൻഡ്. അതായത് വീഡിയോ ക്ലാസ്സിൽ വീഡിയോ ഓഫ് ആക്കിയിട്ടിരുന്ന് പബ്ജി കളിക്കാൻ പോവുക, അല്ലെങ്കിൽ വീഡിയോ ലോഗ് ഔട്ട് ചെയ്തിരുന്ന് വാട്സാപ്പിൽ കമ്പനിക്കാരായിട്ട് ചാറ്റ് ചെയ്യുക. പറഞ്ഞു മനസ്സിലായോ? അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി. കാരണം കുട്ടികൾ ഏകദേശം ഇതിന്റെ ഒരു വിളവ് അടിച്ചു വീഴും. എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ട. വീഡിയോ ഒക്കെ ഓൺ ചെയ്തു എല്ലാവരും. മനസ്സിലായോ? ഒക്കെ ഒരു വശത്ത് വീഡിയോ ഒക്കെ വെച്ച് നല്ല മക്കളായിട്ട് ക്ലാസ് കേൾക്കുക. നിങ്ങൾക്കറിയാം, ഞാൻ കൂടെ പറയണം എന്ന് വിചാരിച്ചിരുന്നാണ് മക്കളെ. നമ്മള് ഒരു റിവിഷൻ ക്യാമ്പ് മാത്രം നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെറിയൊരു ക്രാഷ് ഒക്കെ നടത്തിയിരുന്നു. ക്രാഷ് ബാച്ച് വെറും 1.5-2 മാസത്തെ ക്ലാസ് മാത്രമായിട്ട് നമ്മളൊരു ക്ലാസ് ഒക്കെ കൊടുത്തിരുന്നു. ഏകദേശം 3 പിള്ളേർക്ക് ഫുൾ A+ ഉണ്ട്. ഒരാൾക്ക് 96%, 97%, അങ്ങനത്തെ റേഞ്ചിൽ ഫുൾ A+ ഉണ്ട്. 3 ആൾക്കാർക്ക് വെറും 18 പേരുള്ളായിരുന്നു. 5 പിള്ളേർക്ക് 5A+ ഉണ്ട്. മനസ്സിലായോ? 5 പിള്ളേർക്ക് 5A+ ഒരു A, അതായത് എബവ് 90% ഉണ്ട്. പിന്നെ അതിന്റെ ബാക്കിയുള്ള ഓൾമോസ്റ്റ് 2-3 പിള്ളേർക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും 80% എബവ് മാർക്ക് ഉണ്ട്. മനസ്സിലായോ? വെറും 2 മാസം. അവർക്ക് ഒന്നും അറിയില്ല. നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം. മനസ്സിലായോ? പക്ഷെ അവർക്ക് വേറൊരു മെച്ചുണ്ടായിരുന്നു. അവർക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചോയ്സ് ആയിരുന്നു. നിങ്ങൾക്ക് ഇന്റേണൽ ചോയ്സ് ആണ്. ആ വ്യത്യാസം ഉണ്ട് അവരുടെ ഫോക്കസ് ഏരിയയും നിങ്ങളെ ഫോക്കസ് ഏരിയയും തമ്മിൽ. അവർക്ക് ഓപ്പൺ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഇന്റേണൽ ചോയ്സ് ആണ്. ക്വസ്റ്റ്യൻ ഡബിൾ ഉണ്ടാവും. അതായത് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 120 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. 60 മാർക്കിന്റെ ആണെങ്കിൽ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ ഇന്റേണൽ ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പൊ ഒരു 4ാമത്തെ സെക്ഷൻ അല്ലെങ്കിൽ ഇപ്പം ഒരു 1 മാർക്ക് സെക്ഷൻ ഒരു 6 ചോദ്യം ഉണ്ടെങ്കിൽ ആ 6 തന്നെ എടുത്തെഴുതണം.
അതിന്റെ ആ സെക്ഷന്റെ മാർക്ക് അതിൽ നിന്ന് ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്ത് എഴുതണം. അല്ലാതെ അതിന്റെ മാർക്ക് വേറെ ഒരു സെക്ഷൻ വൈസ് പരിഗണിക്കൂല. ഞാൻ ഇന്റേണൽ ചോയ്സ് എന്നൊക്കെ പറയാം. അത്യാവശ്യം മെനക്കെട ഉണ്ടാവും. +1 മാർക്ക് കുറഞ്ഞതുകൊണ്ട് മാത്രം മാർക്ക് ഡൗൺ ആയി പോയ ആൾക്കാരാണ് കേരള സംസ്ഥാനത്തിലെ 100% കുട്ടികൾ. കാരണം +2 വാല്യുവേഷൻ നമുക്കൊക്കെ അറിയാം, സിമ്പിൾ ആയിരുന്നു. എന്നിട്ടും SSLC റിസൾട്ട് വന്നപ്പോൾ ഒരു വലിയൊരു റിസൾട്ട് ഒന്നും ഇഷ്ടംപോലെ ഫുൾ A+ കിട്ടില്ല. ഞങ്ങൾ +2 അത്രയും ഫുൾ A+ ഞങ്ങൾ കണ്ടു. അതിന് മാത്രം ഉണ്ട്, കൂടുതലുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അതിന് മാത്രം ഫുൾ A+ ഞങ്ങൾ അത്രയും ഒരു ബ്ലോയിങ് സിറ്റുവേഷനിൽ ഒരു ഫുൾ A+ ഞങ്ങൾ കണ്ടോ? ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായോ? ഉണ്ടാവില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഇയറിലെ മാർക്ക് ബാധിച്ചിട്ടുണ്ടാവും കുട്ടികൾ. അതായത് ഓരോ സെക്കൻഡ് ഇയർ പെർഫോമൻസ് കിട്ടില്ല പെർഫോമൻസ് ആയിരിക്കും. കാരണം വാല്യുവേഷൻ അത്രയും സിമ്പിൾ, ക്വസ്റ്റ്യൻസ് അത്രയും സിമ്പിൾ ഒക്കെ ആയിരിക്കും. പക്ഷെ ഓരോ ഫസ്റ്റ് ഇയർ എക്സാം മര്യാദയ്ക്ക് നടന്ന എക്സാം ആണ്. മനസ്സിലായോ? ഫോക്കസ് ഏരിയ ഒന്നും ഇല്ലാതെ നടന്ന എക്സാം ആണ് ഫസ്റ്റ് ഇയർ എക്സാം. അതുകൊണ്ട് എന്താ, ഫസ്റ്റ് ഇയർ എക്സാമിന്റെ റിസൾട്ട് അവർ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും 78-80% കുട്ടികൾ കേരള സംസ്ഥാനത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് ഇയർ റിസൾട്ടിന്റെ ഒരു വില എന്ന് പറയുന്നത് അത്രയാണ്. അതൊക്കെ ഓർമ്മ വെച്ചോളാം. നിങ്ങൾ സെക്കൻഡ് ഇയറിൽ എന്ത് മഹാത്ഭുതം ഉണ്ടായിട്ടും കാര്യമില്ല. ഫസ്റ്റ് ഇയർ പിടിച്ചിട്ട് അതിന് ശേഷം സെക്കൻഡ് ഇയർ പിടിക്കണം. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിച്ചോളാം. നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻസിലേക്ക് കടക്കാണ് കേട്ടോ. കൈനമാറ്റിക് ഇക്വേഷൻസിലേക്ക് നമ്മൾ കടക്കാണ്, ശ്രദ്ധിച്ചോളാം. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ 1, കൈനമാറ്റിക് ഇക്വേഷൻ 1 എന്നൊരു സബ്ഹെഡിങ് കൊടുക്കണം വെറുതെ. കൈനമാറ്റിക് ഇക്വേഷൻ 1. അതിന്റെ ഡെറിവേഷൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡെറിവേഷൻ ആവശ്യമുള്ള സാധനമാണ്, വേണം. മക്കളെ നോക്കുക, ഒരു ബോഡിന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v-u/t എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ ഡയറക്ട്ലി ഇങ്ങനെ കൊണ്ടുവരില്ല, ഇങ്ങനെ എഴുതാം. P2 - V1 by T2 - T1. ഇതല്ലേ സാധാരണ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും, V2 - V1 is equal to A into T2 - T1. നമുക്കറിയാം V2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി u ആണ്. T2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ടൈം v ആണ്. T1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടൈം, അതിനെ നമുക്ക് 0 ആക്കി എടുക്കാം. സോ നമുക്ക് ഇങ്ങനെ എഴുതാം മക്കളെ, v - u എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഇത് ഹെഡിങ് കൊടുക്കുക, ഇക്വേഷൻ 2 ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. ശ്രദ്ധിക്കട്ടോ, ഞാനതൊരു ഗ്രാഫിൽ നിന്നാണ് ഇക്വേഷൻ ഉണ്ടാക്കുന്നത്, ശ്രദ്ധിച്ചോളാം. ഒരു ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. എങ്ങനെ വേണമെങ്കിൽ ഡെറൈവ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഞാൻ ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് ഡെറൈവ് ചെയ്യുന്നത്.
ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഇനീഷ്യലി ബോഡിക്ക് ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു, ആ ബോഡി അവിടെ നിന്ന് വെലോസിറ്റി ഉണ്ട്, ആ ബോഡിക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ട് അല്ലേ അല്ലേ മക്കളെ? ഇതിന്റെ അർത്ഥം the motion of object is at uniform acceleration. ഒരു യൂണിഫോം ആക്സിലറേഷൻ ആ ഒബ്ജക്റ്റിനുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം എ ഡെഫിനിറ്റ് വെലോസിറ്റി. ഒരു ഡെഫിനിറ്റ് വെലോസിറ്റി ആ ഒബ്ജക്റ്റിനുണ്ട് സ്റ്റാർട്ടിങ്ങിൽ, ഇനീഷ്യൽ. ഈ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ഉണ്ടോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞു. എന്നോട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. നിങ്ങൾക്ക് അറിയാം, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അടിഭാഗത്തുള്ള അടിയിലുള്ള ഏരിയ ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലൊക്കെ ഉള്ള പോയിന്റുകൾ ആക്സിസിലേക്ക് വലിച്ച് മാർക്ക് ചെയ്ത് വെക്കും. ഇത് ഫൈനൽ വെലോസിറ്റി വി, ഇത് ഇനീഷ്യൽ വെലോസിറ്റി v0. ഇത് തുടക്കത്തിലുള്ള ടൈം t0 അല്ലെങ്കിൽ 0. ഇത് അല്ലേ 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 മക്കളെ? ക്ലിയർ ആണ് ഇവിടെ? ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ v മൈനസ് v0 ആണ്. ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ t ആണ്. ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ v0 ആണ്. ആർക്കും സംശയമുണ്ടോ? ഞാൻ പൊസിഷൻസ് മാർക്ക് ചെയ്തത് സംശയമുണ്ടോ? പൊസിഷൻസ് മാർക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞോ. പൊസിഷൻസ് മാർക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഇനി ഇവിടെ ശ്രദ്ധിക്കാൻ താഴെ എഴുതിയ കാണുന്ന വിചാരിക്കുന്നു. ഇതൊരു ട്രപ്പീസിയമാണ്. ഞാൻ എ ബി സി ഡി, എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ട്രപ്പീസിയമാണ്. ഞാൻ നിങ്ങൾക്ക് ഏരിയ വേണമെങ്കിൽ ഒരു രസത്തിന് മാർക്ക് ചെയ്തു കൊളാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതല്ലേ മക്കളെ ഏരിയ അണ്ടർ ദ ഗ്രാഫ്? ഇതൊരു ട്രപ്പീസിയം. ഒരു ട്രയാങ്കിളും ഉണ്ട്, ഒരു സ്ക്വയറും ഉണ്ട്. ഒരു ട്രയാങ്കിളും ഉണ്ട്, ഒരു സ്ക്വയറും ഉണ്ട്. ഇത് നമുക്ക് ഈ കൊടുക്കാം, ഈ സൈഡ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടുത്തെ ടോട്ടൽ ഏരിയ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ. അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. എസ്, ഡിസ്പ്ലേസ്മെന്റ് എസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ എഴുതാം നമുക്ക്. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് v0 അല്ലേ അല്ലെ മക്കളെ? ശ്രദ്ധിക്കാട്ടോ. അതിന്റെ ഹാഫ് പേജ് ഒന്ന് എഴുതിക്കണം. വേഗം വേഗം. ഓക്കെ, വി മൈനസ് v0 പ്ലസ് ഏരിയ എന്താടാ? ലെങ്ത്തിന്റെ ഇവിടെ അടുത്തല്ലേ? v0t അല്ലെ? v0t അല്ലേ? എസ് അല്ലേ? എഴുതിയ കാണൂല്ലേ?
നമുക്കറിയാം v is equal to u plus at ആണ്, അല്ലെങ്കിൽ v0 plus at ആണ് അല്ലെ. അപ്പൊ ഞാൻ അവിടെ കൊടുക്കുന്നു s is equal to v0 t plus half t into v0 plus at minus v0 plus v0 minus v0 വെട്ടിപ്പോയി. s is equal to v0 t plus half at square, v0 equal to u, s is equal to ut plus half at square. ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞടാ. ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞ. ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് നോക്കിയാവും. റെഡി അല്ലേ? അടുത്തത് അടുത്ത ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ റെഡി. എങ്ങനെയാണ് നമുക്ക് വി സ്ക്വയർ ഇസിക്കൽ യു സ്ക്വയർ പ്ലസ് 2as ചെയ്യാം? പറഞ്ഞേ. ഒന്ന് പറഞ്ഞടാ. അല്ല അല്ല, ഇതിനെ ത്രൂ ഔട്ട് ടൈം ആയിട്ടാണ് ഡിവൈഡ് ചെയ്യും. ത്രൂ ഔട്ട് ടൈം ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എസ് ബൈ ടി ഇസിക്കൽ ടു യു പ്ലസ് ഹാഫ് എ ടി എന്ന് വരും. എസ് ബൈ ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, അത് വെലോസിറ്റി ആണ് അല്ലെ. അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ ഇതിനൊന്ന് സ്ക്വയർ ചെയ്താൽ മതിടാ. ഈ ഇക്വേഷൻ ഒന്ന് സ്ക്വയർ ചെയ്താളാം. ഇതൊന്ന് സ്ക്വയർ ചെയ്താളാം ഇക്വേഷനെ. വി സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2uat പ്ലസ് വി സ്ക്വയർ പ്ലസ് 2uat പ്ലസ് എ സ്ക്വയർ ടി സ്ക്വയർ എന്ന് വരും അല്ലെ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്താൽ ഓക്കെ. യു സ്ക്വയർ പ്ലസ് ഇത് 2a പുറത്തേക്ക് എടുക്കാം. 2a ഇൻറ്റു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് വരും. ബി സ്ക്വയർ ഇത് എസ് ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, ബി സ്ക്വയർ ഇസിക്കൽ യു സ്ക്വയർ പ്ലസ് 2as എന്ന് എഴുതാം. ആദ്യത്തെ ഇക്വേഷനെ പിടിച്ചാൽ സ്ക്വയർ ചെയ്താം. ഓക്കെ അല്ലടാ? ഈ ഇക്വേഷൻ ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞോ.
ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഇനി നമ്മൾ ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഒക്കെ കണക്കാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ ഫൈനൽ ടൈം 0 ആണ് കേട്ടോ എടുക്കേണ്ടത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ എന്താ ചെയ്യാ? ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കണം. ടൈം അല്ല, ഫൈനൽ വെലോസിറ്റി നമ്മൾ എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. ഓക്കെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എഴുതി ശ്രദ്ധിച്ചു കേട്ടോ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഒക്കെ കാണാനുള്ള ഫോർമുല എഴുതി ശ്രദ്ധിച്ചു കേട്ടോ. S is equal to ut പ്ലസ് ഇങ്ങനെയല്ല, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണുന്നത് ഇതെടുത്തോ. ബി സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ? അല്ലേ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ v is equal to 0 ആണ്. കാരണം സ്റ്റോപ്പ് ആയല്ലോ. 0 is equal to u square plus 2as ആണ്. ഓക്കെ, u square plus 2as ആണ്. അവിടെ മൈനസ് ആണ്, ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പം u square is equal to 2as ആണ് വരിക അല്ലെ? s is equal to u square by 2a. ഇതാണ് എന്ത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വരിക കേട്ടോ. ഞാൻ മൈനസ് സൈൻ എടുക്കാൻ കാരണം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സമയത്ത് ആക്സലറേഷൻ മൈനസ് ആണ്, റിട്ടാർഡേഷൻ ആണ് അവിടെ നടക്കുക. ഓക്കെ അല്ലേടാ? അപ്പോ യു സ്ക്വയർ ബൈ 2a ആണെന്ത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഫോർമുല കേട്ടോ. അതൊക്കെ ഓർമ്മ വേണേ. റെഡിയല്ലേ? ഇനി അവസാനത്തായിട്ട് ഞാൻ ചോദിക്കുന്ന ഒരാളൊരു ആൻസർ പറയാം. ഗായത്രി, ആർവി, എന്താടാ ഈ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ഫോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം ഒരു ഒബ്ജക്റ്റ് താഴത്തേക്ക് വീഴുകയാണെങ്കിൽ അവിടെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും അല്ലെ? ഫ്രീ ഫോളിന്റെ കേസിൽ. അപ്പൊ നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻ ഫ്രീ ഫോളിന്റെ കേസിൽ എങ്ങനെയൊക്കെയാണ് മാറുന്നത് നോക്ക്. v is equal to u plus gt, s is equal to ut plus half gt square, v square is equal to u square plus 2gs. ഇത് താഴേക്ക് വരുന്ന കേസാ. ഇനി ഒബ്ജക്ട് മുകളിലേക്ക് എറിയുന്ന കേസാണെങ്കിലോ ഇത് ഡൗൺവേർഡ് ആണ്. ഇനി മുകളിലേക്ക് പോകുന്ന കേസാണെങ്കിൽ ഇതിന്റെ ഇടയിലൊക്കെ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. v is equal to u minus gt, s is equal to ut minus half gt square. ഒബ്ജക്ട് നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ റിട്ടാർഡേഷൻ അല്ലേ? v square is equal to u square minus 2gs. ഇത് ഫ്രീ ഫോൾ ആണ്. ഇത് നമ്മൾ സാന്ദ്ര മേലോട്ട് എറിയുന്നതാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ മക്കളെ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ ഓക്കെ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞിടാം. ഇനി ശ്രദ്ധിച്ചോളാം. അപ്പൊ അതൊക്കെയാണ് ആദ്യത്തെ ചാപ്റ്റർ കേട്ടോ. ഇനി നിങ്ങൾ മോഷനിനെ പ്ലെയിന്റെ വർക്ക്ഷീറ്റ് ചെയ്തിരുന്നടാ? മോഷനിനെ പ്ലെയിന്റെ വർക്ക്ഷീറ്റ് ചെയ്തിരുന്നു? എന്ത് ചെയ്യാഞ്ഞടാ? മോഷനിനെ പ്ലെയിന്റെ വർക്ക്ഷീറ്റ് ചെയ്യണ്ടേ? ആകെ 2 ടോപ്പിക്കേ ഉള്ളൂ. ഒന്ന് സ്കേലാർ വെക്ടർ, 2 പ്രൊജക്ടൈൽ മോഷൻ. ഞാൻ പറയട്ടെ, ചാപ്റ്റർ തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ 2 മിനിറ്റ് കൊണ്ട് നോക്കിയടാ. ഒരു 2 മിനിറ്റ് സമയം തരാം. 2 മിനിറ്റ് ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോ. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോടാ. ഓക്കെ ആണെങ്കിൽ എനിക്ക് ഒരു ഓക്കെ വേണം ചാറ്റ് ബോക്സിൽ. നിങ്ങൾ എല്ലാരും ഓക്കെ തന്നാൽ ഞാൻ അടുത്ത് തുടങ്ങാം. ഗ്രാഫ് ഇല്ലേ? എന്താടാ ഗ്രാഫ് വെച്ചിട്ട് ഇതാക്കില്ലേ? ഏത് ഗ്രാഫാണ്? ആ v0 ഒക്കെ പറഞ്ഞിട്ടുള്ള അത് സെക്കൻഡ് ഇക്വേഷൻ ആണ്. s is equal to ut plus half a square ആണ്. അതിലെന്താ പ്രശ്നം? ഏത് സ്റ്റെപ്പാ മനസ്സിലാവാത്തടാ? അല്ല, അത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂസേഷൻ തന്നെ ഇപ്പൊ ചെയ്ത ഇതൊക്കെ വരുന്നത് ഡെറിവേഷൻ ഒക്കെ വരുന്നത്. ഇപ്പൊ സാർപ്പ് ചെയ്തതിന് ഡെറിവേഷൻ ഒക്കെ ഫ്രീലി ചെയ്ത ഡെറിവേഷൻസ് v square is equal to u square plus 2as ന്റെ s എന്ന് പറയുന്നത് s ന്റെ മറ്റേ s is equal to ut plus half a square കണ്ടിന്യൂഷൻ ആണ്. അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ പറയണോ? അത്
ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോയാൽ മതി. ഞാൻ പറഞ്ഞുതരാം ഡോണ്ട് വറി, ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേസുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാൻ ശ്രദ്ധിക്കട്ടോ. ഞാനൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു. ഇതാണ് ആ വെലോസിറ്റി ടൈം ഗ്രാഫ്. ആ ബോഡിക്ക് തുടക്കത്തിൽ തന്നെ ഒരു വെലോസിറ്റി ഉണ്ട്, അതിന് നമ്മൾ v0 എന്നാണ് പറയുക. ആ ബോഡിന്റെ ഫൈനൽ വെലോസിറ്റി ഇതായിരിക്കും, അത് v ആയിരിക്കും ഫൈനൽ വെലോസിറ്റി. തുടക്കത്തിലുള്ള ടൈം 0 ആണ്, അവസാനിക്കുന്ന ടൈം എന്ന് വെച്ചാൽ t ആണ്. ഈ വരച്ച ഷേപ്പ്, അതായത് എ ബി സി ഡി, ഇതൊരു ട്രപ്പീസിയമാണ്. ഈ ഷേപ്പ് ഒരു റെക്ടാങ്കിളിന്റെ മേലെ ഒരു ട്രയാങ്കിൾ കയറ്റി വെച്ച അവസ്ഥ, ഇതൊരു ട്രപ്പീസിയമാണ്. അപ്പൊ ഇതിന് ഞാൻ എന്ത് ചെയ്യും, ഏരിയ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിളും റെക്ടാങ്കിളുമായിട്ട് നോക്കി. കാരണം എനിക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണ്. ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എനിക്ക് ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് റെക്ടാങ്കിളിന്റെ ഏരിയ ഇത് ചെയ്താൽ മതി. ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ്. ബി എന്ന് പറഞ്ഞാൽ ടൈം ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ആണ്, അല്ലേ? പ്ലസ് റെക്ടാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് യു v0 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ടൈം ആണ്. ഇത് സമം എസ് ആയിരിക്കും, അല്ലേ? അല്ലടാ, അപ്പൊ ഇനി എങ്ങനെ എഴുതാം? എസ് ഇസിക്കൽ ടു v0 t പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് v0 എന്ന് എഴുതാം. എനിക്കറിയാം v ഇസിക്കൽ ടു v0 പ്ലസ് എ ടി ആണ്. ഞാൻ യുന് പകരം v0 എന്നാണ് എഴുതുന്നത്. എസ് ഇസിക്കൽ ടു v0 t പ്ലസ് ഹാഫ് ടി ഇൻറ്റു v0 പ്ലസ് എ ടി മൈനസ് v0 എസ് ടി ഇൻറ്റു എ ടി എന്ന് പറയും. എസ് ഇസിക്കൽ ടു v0 പകരം യു എന്ന് എഴുതും. യു ടി പ്ലസ് ഹാഫ് ടി ഇൻറ്റു എ ടി. എസ് ഇസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ. ഇനി v സ്ക്വയർ യു സ്ക്വയർ പ്ലസ് 2s ചെയ്ത് half a t square. 2a പുറത്തേക്ക് എടുത്താൽ ബാക്കി a by 2 ആണ് ഉണ്ടാവും. അതാണ് ഹാഫ് എ ടി സ്ക്വയർ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് വെച്ചാൽ എസ് ആണ്, അല്ലേ? അപ്പൊ യു സ്ക്വയർ പ്ലസ് 2as ആണ്, അല്ലടാ? ഇത്ര പണിയല്ലോ. അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകണം. ഹെഡിങ് കൊടുക്കുക വെക്ടേഴ്സ്. വെക്ടേഴ്സ് എന്ന ഹെഡിങ് കൊടുക്കട്ടോ. വെക്ടേഴ്സ് അടുത്ത ചാപ്റ്ററിൽ മോഷൻ എന്നെ പ്ലെയിൻ ആണ്. വെക്ടേഴ്സ് എന്ന ഹെഡിങ് കൊടുക്കുക. സ്കേലാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഡയറക്ഷൻ ആവശ്യമില്ലാത്ത, റെപ്രസെന്റ് ചെയ്യാൻ ഡയറക്ഷൻ ആവശ്യമില്ലാത്ത ആൾക്കാരാണ് സ്കേലാർ എന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ. വെക്ടേഴ്സ് എന്ന് വെച്ചാൽ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്വഭാവം മാറും. അതാണ് വെക്ടേഴ്സ്. അല്ലെങ്കിൽ ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ക്ലിയർ അല്ലേ? നമ്മൾ അത് ഏത് ഡയറക്ഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടായിരിക്കും അതിന്റെ
എല്ലാ കാര്യങ്ങളും വരിക. അങ്ങനത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് പൊതുവിൽ നമ്മൾ എന്ത് പറയുക, വെക്ടേഴ്സ് എന്ന് പറയുക. ഓക്കെ, സാധാരണ വെക്ടർ റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയാണ്. എ എന്ന് പറയുന്ന വെക്ടർ ഞാൻ വെക്ടർ എ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി കുറച്ച് വെക്ടറിന്റെ ടൈപ്പുകൾ ഉണ്ട്, അത് ഞാനൊന്ന് ചോദിക്കാം, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നെ വെക്ടറിന്റെ ടൈപ്പ്. മാളവിക, എന്താടാ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഈക്വൽ വെക്ടേഴ്സ് അത് രണ്ട് വെക്ടർ എയും ബിയും ഉണ്ടെങ്കിൽ അത് രണ്ട് വെക്ടർ ഈക്വൽ ആണ് നമ്മൾ എപ്പോഴും പറയാം. അടുത്ത അവന്തിക പറഞ്ഞ, അവന്തിക ഈക്വൽ വെക്ടേഴ്സ് എന്ന് എന്താടാ? സെയിം മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുമ്പല്ലേ? സെയിം മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ. എന്താ അവന്തിക്ക് നല്ല റേഞ്ച് ഇഷ്യൂ ഉണ്ട് അല്ലേ? സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും കേട്ടോ. സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും ആണെങ്കിൽ ഈക്വൽ വെക്ടേഴ്സ് ആണ്. ഇനി എന്താ ഓപ്പോസിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് വെക്ടർ പറയാ, സെല്ലുലോസ് എന്ന് പറയടാ. സെല്ലുലോസ് എന്ന് പറ. ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്താ? ജസ്റ്റ് ഓപ്പോസിറ്റ് വെക്ടേഴ്സ്. അറിയില്ല. അതായത് ജസ്റ്റ് മ്യൂച്വൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്ടേഴ്സ് ആണ് എന്ത്? ഓപ്പോസിറ്റ് വെക്ടേഴ്സ് കേട്ടോ. അടുത്ത് അനുശ്രുതി എന്ന് പറഞ്ഞടാ, എന്താണ് നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താടാ? നൾ വെക്ടർ സീറോ ആയി പോകും കേട്ടോ. നിങ്ങൾക്ക് വേറെ പണി മനസ്സിലാവും. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഓർത്തോഗണൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കുക എന്താണ് ഒരു യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ പക്ക ഡയറക്ഷൻ ആണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ പ്യൂർലി അത് എന്താണ്? ഡയറക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ യൂണിറ്റ് വെക്ടർ എന്ന് കേൾക്കുകയാണെങ്കിൽ അത് ഡയറക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, യൂണിറ്റ് വെക്ടർ ഇസ് ദ ഡയറക്ഷൻ. നമുക്ക് 3 ആക്സിസ് ആയതുകൊണ്ട്, അതായത് എക്സ് വൈ സെഡ് ആയ 3 ആക്സിസ് ആയതുകൊണ്ട് യൂണിറ്റ് വെക്ടേഴ്സ് പറയുമ്പോൾ 3 ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് അല്ലെങ്കിൽ 3 ഡയറക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. എക്സ് ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറിനെ ഐ ക്യാപ്പ് എന്നാണ് വിളിക്കുക. വൈ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറിനെ ജെ ക്യാപ്പ് എന്നാണ് വിളിക്കുക. സെറ്റ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറിനെ കെ ക്യാപ്പ് എന്നാണ് വിളിക്കുക. സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. അപ്പോ സാധാരണ ഒരു വെക്ടറിന്റെ ജനറൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് പ്ലസ് സെഡ് കെ ക്യാപ്പ് ആയിരിക്കും. where x, y and z are known as the coefficient of vectors അല്ലെങ്കിൽ the coefficient of magnitudes എന്നൊക്കെ. എക്സിനെയും വൈനെയും സെഡിനെയും ഐ ജെ കെ, ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, അത് അതിന്റെ ഡയറക്ഷൻ ആണ്. എക്സ് വൈ സെഡ് ഒക്കെ അതിന്റെ കോഎഫിഷ്യൻസ് ആണ്. എക്സിൽ ഇത്ര, വൈയിൽ ഇത്ര, സെഡിൽ ഇത്ര. ഓക്കെ ആണോ? ഇതാണ് വെക്ടേഴ്സിന്റെ സാധാരണ നോർമൽ റെപ്രസെന്റേഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലടാ അല്ലേ? ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും ഞാൻ പറയുന്നോടാ, നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും? 2 വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്രോസും ഡോട്ടും കാണാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പറഞ്ഞു തരണോ അത്? വേണോടാ? ഓക്കെ അല്ലേ? അത് അറിയില്ലേ? പൊട്ടന്മാരെ ഒന്നും പറയുന്നില്ല, വെറുതെ ഫോണിന്റെ സ്ക്രീനിൽ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പറ, ക്രോസും ഡോട്ടും അറിയില്ലേ? അനഘാക്കെ അറിയാം. അതൊന്നും അറിയാത്ത ആരുമില്ല എന്ന് വിചാരിക്കുന്നു. ശിവപ്രിയ പറഞ്ഞു തരൂ സാർ എന്ന് പറയുന്നുണ്ട്. പ്രത്യക്ഷ പറഞ്ഞാളിന്ന്
നിങ്ങൾക്കൊരു സന്തോഷത്തിന് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇത്. ഓക്കെ, പറയണോ ഞാൻ? ശരി, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പ്രത്യക്ഷ മോനെ കേക്കണ്ടേ? കേക്കണ്ട്. ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഒന്ന് പറയാം. എന്റെ സമയം കുറച്ച് പോയാലും വേണ്ടില്ല, കേക്ക്. ആവശ്യമുണ്ട്, നമുക്ക് ചോദിക്കും. ഞാനിപ്പോ ഒരു വെക്ടർ എടുത്തോടാം. ഒരു 2i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് k ക്യാപ്. ഇതൊരു വെക്ടറാണ്. അത് വെക്ടർ എ ആണ്. വെക്ടർ ബി ഇസിക്കൽ ടു ഇസിക്കൽ ടു i ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ്. വെറുതെ ഇതിനെ ഞാൻ ആദ്യം ഡോട്ട് ചെയ്ത് കാണിച്ചത്. അതായത് എ ഡോട്ട് ബി. ഇത് സ്കേലാർ റിസൾട്ട് ആയിരിക്കും ഇതിനുണ്ടാവുക. ഡോട്ട് പ്രോഡക്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സ്കേലാർ ആയിട്ടുള്ള ഒരാളായിരിക്കും. എന്ന് വെച്ചാൽ ഒരു നമ്പർ ആയിരിക്കും. സ്കേലാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്കേലാർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ആ റിസൾട്ടിന്റെ കൂടെ ഐ ക്യാപ്പോ ജെ ക്യാപ്പോ കെ ക്യാപ്പോ ഉണ്ടാവില്ല. ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നും തന്നെ സ്കേലാറിന്റെ കൂടെ ഉണ്ടാവില്ല, ഡോട്ട് പ്രോഡക്റ്റിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവില്ല. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എങ്ങനെയാ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണുന്നത്? പറ. ഗായത്രി പറഞ്ഞതിന്റെ ഡോട്ട് എങ്ങനെ കാണുന്നത്? നമ്മുടെ I into I ചെയ്യാ, J into J ചെയ്യാ, K into K ചെയ്യാ. എങ്ങനെ? I into I plus J into J. J ന്റെ മുന്നിലുള്ള നമ്പർ 2 into 1 plus 3 into 2 plus 3 into 1 അല്ലേ മക്കളെ? ആദ്യം I ന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് J ന്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് K ന്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ എത്രയാണ് കിട്ടുന്നത് പറഞ്ഞാൽ 2 plus 6 plus 3 അല്ലേ? ക്രോസ് എങ്ങനെയാണ് കാണുന്നത്? പ്ലസ് 2j പ്ലസ് 3k അല്ലെങ്കിൽ 2i പ്ലസ് j പ്ലസ് k. ക്രോസ് എങ്ങനെ കാണുന്നത്? ഇത് എ ആണ്, ഇത് ബി ആണ്. എങ്ങനെ ക്രോസ് കാണുന്നത്? എ ക്രോസ് ബി അല്ലടാ, അല്ലെ? നമ്മൾ എന്താ ചെയ്യാ? ഐ ജെ കെ മുകളിലിടും. ഫസ്റ്റ് എയുടെ ആൾക്കാര് 1 2 3, അടുത്ത ബിയുടെ ആൾക്കാര് 2 1 1 അല്ലെ മക്കളെ? ഇതിനെ ഡിറ്റർമിനന്റ് ആക്കിയിടും അല്ലെ? ആദ്യത്തെ ആള് ഐ ഇൻറ്റു ആ റോയും ആ കോളം ഒഴിവാക്കാം. 1 into 2 പ്ലസ് അല്ലെങ്കിൽ സോറി മൈനസ് 1 into 3 അല്ലേ? ദിസ് into ദിസ് മൈനസ് ദിസ് into ദിസ് അല്ലേ? അല്ലടാ, നമ്മൾ മൈനസ് കൊടുക്കുക. മൈനസ് 2 into 3 പ്ലസ് k into 1 into 1 മൈനസ് 2 into 2 അങ്ങനല്ലേ വരിക? അല്ലടാ, എന്താ അല്ലേ? മൈനസ് ജെ ഇൻറ്റു 3 2 6 1 മൈനസ് 6 അപ്പൊ അതായത് മൈനസ് 5 അപ്പൊ പ്ലസ് 5. ഇവിടെ മൈനസ് ഓൾറെഡി ഉള്ളത്. പ്ലസ് കെ എന്ന് പറഞ്ഞാല് 1 മൈനസ് 4 അതായത് മൈനസ് 3. അങ്ങനെ വരും. മൈനസ് ഐ ക്യാപ് പ്ലസ് 5 ജെ ക്യാപ് മൈനസ് 3 കെ ക്യാപ് അല്ലേ? അല്ലടാ, ക്യാൻസർ കിട്ടുന്നുണ്ടോ നോക്ക്. ഉണ്ടെങ്കിൽ ഒരു എസ് പറഞ്ഞോടാ. ണോ? നെക്സ്റ്റ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്, നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക്സ് പ്രൊജക്ടൈൽ മോഷൻ എന്നൊരു ഹെഡിങ് കൊടുത്തിടാം. പ്രൊജക്ടൈൽ മോഷൻ.
പ്രൊജക്ടൈൽ മോഷൻ എന്നൊരു ഹെഡിങ് കൊടുത്തടാ. പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഫുള്ള് നോക്കണം നിങ്ങൾ. അതില് ആകെ ഒരു മൂന്നാല് ഇക്വേഷൻസ് ആണുള്ളത്. ഓക്കെ, പ്രൊജക്ടൈൽ മോഷൻ എന്താണുള്ളത് നിങ്ങൾക്ക് അറിയോ? എന്താ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ? നന്ദന മിത്ര എന്ന് പറഞ്ഞു എന്താ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് മോളിലേക്ക് പറ. അയ്യോ നന്ദനക്ക് നാണം വരുന്നു. പറ, കേക്കട്ടെ. എന്താ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഒബ്ജക്റ്റ് മോളിലേക്ക് എറിഞ്ഞാല് അവിടെ അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഞാന് എന്റെ കയ്യിലേക്ക് ഒരു ഒബ്ജക്റ്റ് ഇല്ലേ, ഇതിനെ മുകളിലേക്ക് എറിഞ്ഞു പിടിച്ചു, മുകളിലേക്ക് എറിഞ്ഞു പിടിച്ചു, മുകളിലേക്ക് എറിഞ്ഞു പിടിച്ചു. ഇതിനെ നിങ്ങൾക്ക് പ്രൊജക്ടൈൽ എന്ന് വിളിക്കാൻ പറ്റും. ജസ്റ്റ് മുകളിലേക്ക് എറിഞ്ഞു പിടിച്ചു, മുകളിലേക്ക് എറിഞ്ഞു പിടിച്ചു, പറ്റുമോ വിളിക്കാൻ? എന്ന് വെച്ചാൽ ഇതിനൊരു ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ലാറ്ററൽ വെലോസിറ്റി, ഹൊറിസോണ്ടൽ, ഇത് ജസ്റ്റ് 1 ഡയമെൻഷണൽ ആണ് അല്ലെ? അല്ല മക്കളെ? അപ്പൊ ഒരു 2 ഡയമെൻഷണൽ മെക്കാനിക്കൽ കൺസിഡറേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ മുന്നോട്ട് എറിയുന്ന സമയത്ത് അതിന് വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും വെലോസിറ്റി കമ്പോണൻസ് ഉണ്ട്. ആക്സലറേഷൻ ടു ഗ്രാവിറ്റി. അങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അണ്ടറിൽ ബോഡി മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കുക. An object is that flight after being thrown or projected is called projectile. നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതിനാണ് പ്രൊജക്ടൈൽ എന്ന് പറയുക. The horizontal component of velocity remains unchanged. അതൊക്കെ ഞാൻ എന്താന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ പറയും. Due gravity's vertical component of velocity changes with time. Okay, അപ്പൊ അതാണ് കാര്യങ്ങൾ ശ്രദ്ധിച്ചോളുക. പിന്നെ ഞാൻ പ്രൊജക്ടൈലിനെ കുറിച്ച് പറയാൻ പോവാണ്. നമ്മൾ ജസ്റ്റ് ഒരു സാധനം ഒരു ഗ്രൗണ്ടിൽ നിന്ന് മേലേക്ക് എറിയുന്നു. അതിന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വെലോസിറ്റി ഉണ്ട്, വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ട്. അപ്പൊ അത് പോയിട്ട് കുറച്ച് ദൂരെ പോയിട്ട് വീഴും. റെഡി അല്ലേ? അപ്പൊ അതിന്റെ ക്യാരക്ടേഴ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളാം. അപ്പൊ പ്രൊജക്ടൈൽ മോഷന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ നോട്ടിലേക്ക് എഴുതിയിട്ട് നമുക്ക് സംശയം ഈ ഒരു 1/2 മണിക്കൂർ ഇപ്പൊ ക്ലാസ്സിൽ ഒരു 1/2 മണിക്കൂർ വേണ്ടി വിളിച്ചിടാം. ശ്രദ്ധിക്കട്ടോ. ഇപ്പൊ പ്രൊജക്ടൈലിനെ കുറിച്ച് ഞാൻ പറയാൻ പോകും. ഇവിടെ നോക്ക്. നമുക്ക് മോഷൻ ഇൻ പ്ലെയിൻ അല്ലേ? സ്വാഭാവികമായിട്ട് നമുക്ക് 2 ആക്സിസ് ആണ്. One thing is x and the one is y. Projectile motion എന്ന് പറഞ്ഞാൽ ഇതാണ്. Projectile motion is an example for 2-dimensional motion. ഇതാണ് velocity of projection. ഇതാണ് angle of projection. Velocity of projection, angle of projection നിങ്ങൾക്ക് മനസ്സിലായി. V is the velocity of projection and theta is the angle of projection. Horizontal component, അതായത് നമ്മൾ ഈ ഒരു വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനെ 2 പീസ് ആക്കി മുറിക്കും. അതിനെ നിങ്ങൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. തീറ്റ ഉള്ള ഭാഗത്ത് കോസ് തീറ്റ കമ്പോണന്റ് V കോസ് തീറ്റ ആയിരിക്കും. ആംഗിൾ ഇല്ലാത്ത ഭാഗം V സൈൻ തീറ്റ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം. ഇത് ഓക്കെ അല്ലടാ? ഇത് ഓക്കെ ആണല്ലോ? ഓക്കെ പറഞ്ഞോളാം. ഓക്കെ ആണല്ലോ? ഓക്കെ പറഞ്ഞോ. ഇനി കണ്ടീഷൻ കേട്ടോണം കേട്ടോ. കണ്ടീഷൻ കേട്ടോണം. ഇവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി അഥവാ V കോസ് തീറ്റ എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് കോൺസ്റ്റന്റ്. ഓക്കെ, എന്ന് വെച്ചാൽ
നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒരു മെസ്സേജ് ഒരു മിസൈൽ കൊടുക്കണം. ഓക്കെ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനെ വിചാരിച്ച വെറുതെ ചുമ്മാ. ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് ഒരു മിസൈല് ഒരു 100 km/h വിടുന്നതെന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാനിൽ ചെന്ന് വീഴുമ്പോഴും അതിന് 100 km/h ആയിരിക്കും വെലോസിറ്റി ഉണ്ടാവും ഹൊറിസോണ്ടലി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സിമ്പിൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഞാൻ ഈ സാധനം 10 m/s മുകളിലോട്ട് എറിയുന്നു. ഇത് എന്റെ കയ്യിൽ വന്ന് വീഴുന്നത് 10 m/s തന്നെ. മനസ്സിലായോ? ഞാൻ 10 m/s ഒരു സാധനം മുകളിലേക്ക് എറിഞ്ഞാൽ അത് മുകളിൽ പോയി സ്റ്റോപ്പായി തിരിച്ച് വന്ന് അതിന്റെ കയ്യിൽ വീഴുന്ന ആ ലാസ്റ്റ് മൊമെന്റിലുള്ള അതിന്റെ വെലോസിറ്റി 10 m/s. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സംഭവിക്കുന്നതാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക് ഒരു മിസൈൽ വിടാന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരു 100 km/h പ്രൊജക്ഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചെന്ന് വീഴുന്നത് 100 km/h. മനസ്സിലായോ? വി സൈൻ തീറ്റ എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് അല്ല, നോട്ട് കോൺസ്റ്റന്റ്. അത് മുകളിലേക്ക് പോകുന്ന സമയത്ത് അത് ഇൻക്രീസ് വെലോസിറ്റി കുറഞ്ഞു വരും, താഴേക്ക് വരുന്ന സമയത്ത് വെലോസിറ്റി കൂടി വരും അല്ലെ? ഇതാണ് മാക്സിമം ഹൈറ്റ് h. ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ച് r. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച് r, മാക്സിമം ഹൈറ്റ് h അല്ലെ? നിങ്ങൾക്ക് ഈ 3 സാധനങ്ങളുടെയും കാര്യം ഡിറൈവ് ചെയ്യാൻ അറിയണം. അറിയോ? ഡെറിവേഷൻ അറിയോ? അറിയെങ്കിൽ ഒരു യെസ് പറ, അറിയില്ലെങ്കിൽ നോ പറ. ഈ 3 സാധനങ്ങളുടെ ഡെറിവേഷൻ ആണ്. അതാണ് പൊതുവിൽ ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞത്. യെസ് അറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് മൈക്ക് ഓൺ ആക്കി ഒന്ന് ചോദിക്കണം. ഓക്കെ അല്ലടാ? സാർ അതൊന്ന് പറയോ? പറയാം. ശരി, എന്നാൽ ആദ്യത്തെ ഹെഡിങ് കൊടുത്തോ, ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ. ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് പ്രൊജക്ടൈൽ. ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് പ്രൊജക്ടൈൽ. 3 ഇക്വേഷൻ പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. വേദറാണോ? 3 അല്ല 4 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് അതിന്റെ പാത്തിന്റെ ഇക്വേഷൻ, ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് പ്രൊജക്ടൈൽ. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. മക്കളെ നമുക്കറിയാം എസ് ഇസിക്കൽ നിങ്ങൾ എഴുതി കാണുന്നുണ്ട്. സർ കാണുന്നുണ്ട്. എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഓക്കെ, എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇവിടെ യു എന്ന് പറഞ്ഞാല് എസ് എന്ന് പറഞ്ഞാൽ വൈ ആണ്, വൈ ആക്സിസിലല്ലേ? നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുകയാണ്. അപ്പൊ യു എന്ന് പറയുന്നത് യു സൈൻ തീറ്റ ഇൻറ്റു ടി പ്ലസ്, സോറി പ്ലസ് അല്ല, മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി അല്ലേ? ഇതാണ് കവർ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അല്ലടാ, നമുക്ക് എഴുതാം y is equal to u sin theta into x by v cos theta minus half g into
x minus v cos theta whole square. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. x square minus v square cos square theta ഇങ്ങനെ എഴുതാം. ഇത്രയും മനസ്സിലായോ? ഓക്കെ പറഞ്ഞു. ഇത്രയും മനസ്സിലായോ? ഓക്കെ സർ. റെഡി അല്ലേ? റെഡി അല്ലേ മക്കളെ? ഇതിനെ എങ്ങനെയൊക്കെ എഴുതുന്നു നോക്കൂ നിങ്ങൾ. y is equal to v വെട്ടി x അല്ലെങ്കിൽ tan theta x minus g by 2 into v square cos square theta into x square. അങ്ങനല്ലേ വരാം അല്ലേ? y is equal to ax square ax minus bx square. ഈ ഫോർമാറ്റിലാണ് ax minus bx square. റെഡി അല്ലേ? ax minus bx square. മാത്സ് എന്തിന്റെ ഇക്വേഷൻ ആണ് പറയണം? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആട്ടോ. ഇതൊരു പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഇക്വേഷൻ 1. ഓക്കെ ആണ്? ഓക്കെ പറയടാ. ഓക്കെ ആണ്? ഓക്കെ പറ. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ്. അടുത്ത ഹെഡിങ് ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് കണക്കാക്കാൻ നമ്മൾ ഹൊറിസോണ്ടലാണ് എടുക്കുന്നത്. റെഡി അല്ലേ? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. v is equal to u plus at ആണ് അല്ലേ? ഇക്വേഷൻ ഒന്ന് എടുക്കടാ എല്ലാരും. ഇക്വേഷൻ ഒന്ന് എടുക്കും. ഓക്കെ ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇക്വേഷൻ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് s is equal to ut plus half at square എന്നുള്ള ഇക്വേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എടുക്കാം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ എടുത്തോ. s is equal to ut plus half at square എടുക്കാം. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ടൈം എടുക്കാം. at square y is equal to u അല്ലെങ്കിൽ v sin theta t, v sin theta t plus അല്ലെങ്കിൽ minus half g t square. റെഡി ആണോ?
കൊടുത്തടാ. റെഡി. ഇനി എന്ത് ടി സികൾ 2 sin theta by g ഉണ്ടാക്കുക. നോക്ക് ഇക്വേഷൻ കിട്ടുന്നുണ്ടോ നോക്ക്. കൊടുത്തോ? കിട്ടുന്നുണ്ടോ ഇക്വേഷൻ? ഉണ്ടോ? യെസ് ഓർ നോ? ഓക്കെ. ഇപ്പൊ ഇതേപോലെ സിമിലർ ആയിട്ടാണ് നമ്മൾ ഇനി ഇപ്പൊ സെയിം സ്റ്റെപ്പുകളാണ്. ഓക്കെ, ഇതേപോലെ സിമിലർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നടാ, നമ്മള് എച്ചിന്റെയും അതേപോലെ തന്നെ ആറിന്റെ ഒക്കെ ഇക്വേഷൻസ് കാണുന്നത്. ഓക്കെ, സിമിലർ ആയിട്ടാണ് നമ്മൾ എച്ചിന്റെ ആറിന്റെ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം. ആ ഇക്വേഷൻസിന്റെ അപ്ലിക്കേഷൻസ് നമുക്ക് ചോദിക്കും. ഓക്കെ, Thank you, sir. പക്ഷെ കേൾക്കുന്നുണ്ടോ? താങ്ക് യു സർ. സാർ കേൾക്കുന്നുണ്ടോ? ഷിനോയ് സർ? ഓക്കെ, എന്റെ വലിയ എന്റെ മാഷ കൊടുക്കണ. ഞാനാണോ? യെസ്.